നമ്മുടെ ശരീരത്തിന്റെ ഭൂരിഭാഗം കൊളസ്ട്രോളും ഉൽപ്പാദിപ്പിക്കുന്നത് രാത്രി നേരങ്ങളിലാണ്. അതിൽ തന്നെ ഈ HMG കോഎൻസൈം എ എന്നുള്ള റിഡക്റ്റീസ് എൻസൈമിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ആ ഉൽപ്പാദനം പരമാവധി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ലിപ്പിഡ് പ്രൊഫൈൽ കൊളസ്ട്രോൾ ലെവൽ വളരെ കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ കഴിക്കുന്ന പാനീയം എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം അത് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 21 ദിവസത്തിൻ്റെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ളത്, കൊളസ്ട്രോൾ മെഡിക്കേഷൻ ഒന്നുമില്ലാതെ നിങ്ങളുടെ LDL ലെവൽ, ലോ ഡെൻസിറ്റി ലിപ്പിഡ് ലെവൽ, ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഈ ഒരു പാനീയം ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു ഡ്രിങ്ക്, മാജിക് ഡ്രിങ്ക് നിങ്ങൾക്ക് ഒരു 21 ദിവസം എടുത്തതിന് ശേഷം നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീരി ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് ഹോർമോൺസ് ഒക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ ഇതിൽ തന്നെ ലിപ്പിഡ് പ്രൊഫൈലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ LDL, ലോ ഡെൻസിറ്റി ലിപ്പിഡ്, അതേപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ലിപ്പിഡ് ഉണ്ടാവും, വെരി ലോ ഡെൻസിറ്റി ലിപ്പിഡ് ഉണ്ടാവും. ഇതിൽ HDL എന്ന് പറയുന്നത് ഗുഡ് കൊളസ്ട്രോൾ ആണ്, LDL എന്ന് പറയുന്നത് ബാഡ് കൊളസ്ട്രോൾ ആണ്. അപ്പോൾ LDL കൂടുതലായി കഴിഞ്ഞു എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ രക്തധമനികളിൽ കൂടുതലായിട്ടും അടിഞ്ഞുകൂടി ഒരു മെഴുക് പോലെയാണ് അടിഞ്ഞുകൂടുന്നുണ്ടാവുക. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു പമ്പിങ് കപ്പാസിറ്റി അമിതമായിട്ട് പ്രഷർ ചെലുത്തേണ്ടി വരും. ഇത് കാരണമാണ് BP കൂടുന്നത്. അപ്പോൾ കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് അത് BP കൂടാനായിട്ടുള്ള ഒരു കാരണമാണ്. എന്നാൽ കൊളസ്ട്രോൾ ഒരു 200 നമ്മൾ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു 200, 210 ഒക്കെയാണ് ബോർഡർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിന് മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ തന്നെ മതിയാവും. ഇനി 240 ആ ഒരു റേഞ്ചിലാണ് നിങ്ങളുടെ ഒരു ഏജ് എന്ന് പറയുന്നത്, ഒരു 30-35 കടന്നിട്ടാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 21 ദിവസം ഈ ഒരു ഡ്രിങ്ക് രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ എടുക്കാം. രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഫാസ്റ്റിംഗ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇരുന്നതിന് ശേഷം ഒരു 8 മണിക്കൂർ 7 മണിക്കൂർ ഒന്നും കഴിക്കാതെ ഇരുന്നതിന് ശേഷം നമ്മൾ രാവിലെ എടുക്കുന്ന പാനീയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൽ ആദ്യത്തെ ഒരു ചേരുവക എന്ന് പറയുന്നത്, ഈ ഡ്രിങ്കിൽ നമ്മൾ ആദ്യത്തെ ചേരുവക എന്ന് പറയുന്നത് നമ്മുടെ ഗാർലിക് എന്ന് പറയുന്ന അല്ലിയം സറ്റൈവ, നമ്മുടെ വെളുത്തുള്ളിയാണ്. ഇതിൽ അല്ലിസിൻ കണ്ടൻറ്റ് ഉണ്ട്. ഇത് വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നാരങ്ങാ നീര്, ഇതും വളരെ ഇഫക്റ്റീവ്. കാരണം നമ്മുടെ കൊളസ്ട്രോള് ഒരു മെഴുക് പോലെയാണ്. അപ്പോൾ ഇത് അലിയിച്ച് കളയാനായിട്ട് നമുക്ക് ആസിഡ് കണ്ടൻറ്റ് ഉള്ളതും അതേപോലെ തന്നെ ഫാറ്റിൻ്റെ മെറ്റബോളിസം കംപ്ലീറ്റ് തുടച്ച് നീക്കുന്ന ടൈപ്പിലുള്ള ഒരു കോമ്പൗണ്ട്സ് ആയിരിക്കണം നമ്മൾ രാവിലെ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വൈറ്റമിൻ C അധികം അടങ്ങിയിട്ടുള്ള നാരങ്ങാ നീര്, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഈ വെളുത്തുള്ളി ചതച്ചത് ചെറിയൊരു ചെറിയൊരു പീസ് എടുക്കാം. ഇത് തന്നെ ചതച്ച ഉടനെ എടുക്കാതെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോഴാണ് അതിലുള്ള ആ ഒരു കെമിക്കൽ കോമ്പൗണ്ട്, അല്ലിസിൻ എന്ന് പറഞ്ഞുള്ളൊരു കോമ്പൗണ്ടാണ് ഈ ഫാറ്റിനെ അലിയിച്ച് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കാൻ, അതിൻ്റെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് കിട്ടാനായിട്ട് അത് ചതച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആക്ഷനിലോട്ട് വരാം. അപ്പം അങ്ങനെ വേണം അത് എടുക്കാനായിട്ട്. ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു ചൊവ പിടിക്കാത്തവർക്ക് ഇതിൻ്റെ കൂടെ തേനും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ നാരങ്ങാ നീരും അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടെ തന്നെ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് എന്നും രാവിലെ വെറും വയറ്റിൽ എടുക്കേണ്ടത്. കാരണം ഇളം ചൂടുവെള്ളം നമ്മുടെ മെറ്റബോളിസം റേറ്റ് കൂട്ടും. അപ്പോൾ ഈ ഒരു 3 കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അടിഞ്ഞുകൂടിയിട്ടുള്ള ചീത്ത കൊളസ്ട്രോളിന്, കാരണം നല്ല കൊളസ്ട്രോൾ നമ്മുടെ ഹോർമോൺ സിന്തസിസിനും അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതല്ലാതെ ചീത്ത കൊളസ്ട്രോളിനെ നമുക്ക് അമിതമായിട്ട് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അലിയിച്ച് കളയാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ 21 ദിവസം ചലഞ്ചായിട്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ എഗെയിൻ ചെക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ലിപ്പിഡ് പ്രൊഫൈൽ, കംപ്ലീറ്റ് ലിപ്പിഡ് പ്രൊഫൈലാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതിൽ LDL, HDL, VLDL, ട്രൈഗ്ലിസറൈഡും വരും. ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് അത് കൂടുതൽ കാണുന്നവർക്ക്, കൂടെ തന്നെ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം, അതേപോലെ തന്നെ ഷുഗർ ഉള്ളവരിൽ ഈ ഒരു ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽ കൂടി കണ്ടുവരാറുണ്ട്. ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുള്ളവർക്ക് നമ്മൾ ടെർമിനാലിയ അർജുന എന്ന് പറഞ്ഞൊരു പ്ലാന്റിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്നൊരു മെഡിസിൻ കൊടുക്കാറുണ്ട്. അത് വളരെ ഇഫക്റ്റീവാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു അല്ലിയം സറ്റൈവ എന്ന് പറഞ്ഞ
ഈ ഒരു വെളുത്തുള്ളിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻ, അതേപോലെ തന്നെ കുർക്കുമ ലോങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിനും വളരെ ഇഫക്റ്റീവാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. അതിൻ്റെ ഡോസേജ് ഓരോരുത്തരുടെയും ലെവൽ അനുസരിച്ച് മാറും. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ കൂടുതലായിട്ടും കുർക്കുമിൻ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല റിസൾട്ട് നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഈ കുർക്കുമിൻ കൂടുതൽ അതിൻ്റെ അബ്സെപ്ഷൻ വരുന്നത് കോഫിയുടെ കൂടെ എടുക്കുമ്പോൾ അതിൻ്റെ അബ്സെപ്ഷൻ കൂടും. അപ്പോൾ ബ്ലാക്ക് കോഫിയിൽ നിങ്ങൾ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനായിട്ട് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു വെളുത്തുള്ളി എന്ന് പറഞ്ഞ അലിസിൻ കണ്ടൻറ്റും നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ അലിയിച്ച് കളയാൻ വളരെ സഹായകരമാവുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ LDL എന്ന് പറയുന്നത് കൂടാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡുകൾ, അതേപോലെ തന്നെ പാക്ക്ഡ് ഐറ്റംസ്, ചിപ്സ്, ഇതിലെല്ലാം തന്നെ റിഫൈൻഡ് ഓയിൽ കണ്ടൻറ്റ് പരമാവധി കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഷുഗർ ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിലും, അതായത് അന്നജം അമിതമായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലിവറിൽ ഫാറ്റായിട്ടാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഫാറ്റായിട്ടാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർ നിങ്ങൾ റെഡ് മീറ്റ് നമ്മൾ പരമാവധി ഒഴിവാക്കാനായിട്ട് പറയാറുണ്ട്. അതായത് മട്ടൺ, ബീഫ്, പോർക്ക്, ഈ റെഡ് മീറ്റ് ഒഴിവാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫാസ്റ്റ് ഫുഡും ബേക്കറി ഐറ്റംസും പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ റിഫൈൻഡ് ആയിട്ടുള്ള കാർബ്സ്, അമിതമായിട്ട് നമ്മൾ പോളിഷ്ഡ് ആയിട്ടുള്ള വെളുത്ത അരി, അതിൻ്റെ ഉപയോഗം പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു ചീത്ത കൊളസ്ട്രോൾ കൂടാനുള്ള ഭക്ഷണമാണ് എന്ന് പറഞ്ഞു. ഇനി ഗുഡ് കൊളസ്ട്രോൾ HDL കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ എടുക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ആദ്യം വരുന്നത് omega-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള നമ്മൾ ഓലിവ് ഓയിൽ ഭയങ്കര നല്ലതാണ്. മറ്റ് ഓയിലുകളെ അപേക്ഷിച്ച് ഇതിൽ omega-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുണ്ട്. സോ ഓലിവ് ഓയിൽ ബെസ്റ്റാണ്. അതേപോലെ അവക്കാഡോ നല്ലതാണ്. നട്ട്സ് എല്ലാം തന്നെ, അതായത് ആൽമണ്ട്, നമ്മുടെ ബദാം, പിസ്ത, വാൾനട്ട്, ഇതിലെല്ലാം ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്. ഈ ഗുഡ് കൊളസ്ട്രോളിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറയാം. HDL ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ലിപ്പിഡ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൃദയത്തിൻ്റെ ഒരു അസുഖങ്ങൾ, ഹാർട്ട് കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മുതൽ നമ്മുടെ LDL കുറച്ചിട്ട് HDL കൂട്ടാനുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ റെഗുലറായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഈ omega-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ചെറുമത്സ്യങ്ങൾ വളരെ നല്ലതാണ്. അതേപോലെ ഇലക്കറികൾ, ചീരകൾ, ഇതും വളരെ ഇഫക്റ്റീവാണ്. ഇതിലും കൂടുതലായിട്ടും നമ്മുടെ ഈ ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കാനും അതേപോലെ തന്നെ ഗുഡ് കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് കൂട്ടാനുള്ള കഴിവുണ്ട്. അപ്പോൾ വാൾനട്ട് റെഗുലറായിട്ട് എടുക്കുക. ബദാം, പിസ്ത ഇതൊക്കെ എടുക്കുന്ന ടൈമിൽ എല്ലാം കൂടെ ഒരു കൈപ്പിടി മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു അമിത അളവിൽ ഒരു ദിവസം 6 7 ഓക്കെ, പക്ഷെ അതിലും കൂടുതലായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ട് മാറും. അതേപോലെ തന്നെ ഗുഡ് കൊളസ്ട്രോൾ കൂടാനായിട്ട്, HDL കൂടാനായിട്ട് ഓട്സ്, ബാർലി, ഇതൊക്കെ വളരെ ഇഫക്റ്റീവാണ്. ഓട്സ് ഉപയോഗിക്കുന്ന ടൈമിൽ സ്റ്റീൽ കട്ട് ഓട്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഷുഗർ ഹൈപ്പ് കുറയ്ക്കാനായിട്ട് കുറച്ചൊരു സ്ലോ ഡൈജഷനാണ് നമ്മുടെ ഈ സ്റ്റീൽ കട്ട് ഓട്സിന്. റോൾഡ് ഓട്സ് ക്യുക്കായിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന ഒന്നാണ്. അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഡിഫറെൻ്റ് ആണ്. കലോറി രണ്ടും സിമിലർ ആണെന്നുണ്ടെങ്കിൽ ഷുഗർ സ്പൈക്ക് രണ്ടിലും ഡിഫറെൻ്റ് ആണ്. അപ്പം കൂടുതൽ നിങ്ങൾ സ്റ്റീൽ കട്ട് ഓട്സ്, അതേപോലെ ബാർലി, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ വളരെ ഇഫക്റ്റീവാണ്. ലീൻ പ്രോട്ടീൻസ് നമുക്ക് എടുക്കാം. നമ്മൾ റെഡ് മീറ്റ് ആണ് പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് പറഞ്ഞത്. ലീൻ പ്രോട്ടീൻസ് എടുക്കാം. പിന്നെ ഈ കൊളസ്ട്രോൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ റിഫൈൻഡ് ഓയിലാണ്, മറ്റ് വെജിറ്റബിൾ ഓയിലാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും റെസ്ട്രിക്റ്റ് ചെയ്യാം. വെളിച്ചെണ്ണ നല്ലതാണ്, പക്ഷേ അതും മിതമായിട്ടുള്ള രീതിയിൽ എടുക്കാം. ഓലിവ് ഓയിൽ, കൂടുതൽ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഡീപ്പ് ഫ്രൈ ഒഴിവാക്കിയിട്ട് ഓയിൽ സ്പ്രേ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു 5 ml ഓയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ 50-60 കിലോ കാലറി വരും. ബട്ടറിലും ഇതേപോലെ തന്നെ സെയിം ഇഫക്റ്റാണ്. അപ്പം നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് ഇതുപോലെ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലുകളാണ്. എണ്ണയുടെ ഉപയോഗം പരമാവധി കുറച്ചാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിൻ്റെ ആ ഒരു ലെവൽ കുറഞ്ഞു വരും. അപ്പം ഞാൻ ഈ പറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഒരു 21 ദിവസം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് ആ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഹാർട്ട് എന്ന് താഴെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.